Hey YouTube, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് how to play Android games അഥവാ how to use Android apps in PC ആണ്. സോ ഇതിനായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട BlueStacks എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോനെ കുറിച്ച് പറയാനുണ്ടെങ്കിലോ അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തത് ഒരു Q&A വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ആൻഡ്രോയിഡ് ഗെയിംസും കളിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വാട്സപ്പും അതേപോലെ വേറെ ആൻഡ്രോയിഡ് ആപ്സും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. സോ BlueStacks ഇപ്പോൾ ലോഡിങ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്റ്റാർട്ടിങ് BlueStacks. പ്ലീസ് വെയിറ്റ് 40 സെക്കൻഡ്സ് വരെ എടുക്കും. PCൻ്റെ പെർഫോമൻസ് എല്ലാം ഇത് ചെക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ സെറ്റിങ്സും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. സോ BlueStacks ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാൾഡ് ആപ്സിൻ്റെ അടുത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ, അതേപോലെ ഇവിടെ BlueStacks 4 എന്ന് എഴുതി കാണാം. പിന്നെ ഇവിടെ ആപ്പ് സെൻറ്റർ ഉണ്ട്. അതേപോലെ ഇത് BlueStacks ഡിസ്കവേർഡ് സർവീസ്, ഇത് BlueStacks മോർ ആപ്പ്. അതേപോലെ ഇവിടെ മൊബൈലിൻ്റെ സ്ക്രീൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗെയിംസ് ഉണ്ട്, പോപ്പുലർ ഇൻ ഏരിയ എന്ന് പറഞ്ഞിട്ട്. സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ ഫുൾ ഗെയിംസാണ്. സോ ഇവിടെ ഇത് ഫുൾ സ്ക്രീൻ ആക്കാണ്ട് അതേപോലെ സൗണ്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യാണ്ട്, അതായത് പിന്നെ കീബോർഡ് പ്ലേ ഇത് ഗെയിമിങ്ങിൻ്റെ സാധനമൊക്കെ കണക്ട് ചെയ്യാണ്ട്, അതേപോലെ മാക്രോ റെക്കോർഡർ, പിന്നെ ഓപ്പൺ മീഡിയ ഫോൾഡർ, ഷെയ്ക്ക്, പിന്നെ റൊട്ടേറ്റ്, മൾട്ടി ഇൻസ്റ്റൻറ്റ് മാനേജർ, ലൊക്കേഷൻ, വീഡിയോ റെക്കോർഡർ, സ്ക്രീൻഷോട്ട്, ഇതൊക്കെ ഈ ഒരു സൈഡ് ബാറിൽ. അതേപോലെ സെറ്റിങ്സിലേക്ക് പോയി നോക്കാം BlueStackൻ്റെ. ഇപ്പോൾ BlueStackൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡിസ്പ്ലേ റെസൊല്യൂഷനാണ്. ഇത് നിങ്ങൾക്ക് കാണാം ലാൻഡ്സ്കേപ്പ് ടാബ്ലറ്റ് മോഡിലാണ് ഉള്ളത്. ഇതിനെ മാറ്റി നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോൺ മോഡാക്കാം, അത് വേറെ മോഡലാക്കാം. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഡിഫോൾട്ട് റെസൊല്യൂഷനിലാണ് ഞാൻ വെച്ചിട്ടുണ്ടത്. അത് നിങ്ങൾക്ക് മാറ്റി ഇപ്പോൾ HDയോ അതോ 4Kയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ DPI ഉണ്ട് ഇവിടെ, അതും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടാണ് ഇതിൻ്റെ എൻജിൻ. ഇത് DirectX നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് OpenGL ആണ്. പിന്നെ നിങ്ങളിൽ NVIDIA GeForce ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്രാഫിക്സിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച്. അത് നിങ്ങൾ ഇതുവരെ ഇത് കണ്ടെത്തില്ലെങ്കിൽ കാണാം, എൻഡ് സ്ക്രീനിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. പ്രിഫറൻസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രിഫറൻസ് സെറ്റിംഗ്, പ്ലാറ്റ്ഫോം സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യൂസർ ഡാറ്റ, ബാക്കപ്പ്, അതൊക്കെയുണ്ട്. അഡ്വാൻസ്ഡിൽ പോയ ഡിവൈസ് പ്രൊഫൈലിനെ കുറിച്ച് ഇതെല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇതിൽ ഡിവൈസ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് S10 ആണ്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി സോണി എക്സ്പീരിയ, അത് S8+ഓ OnePlus 3T, ഗൂഗിൾ പിക്സൽ, അതൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഞാനിപ്പോൾ S10 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷോർട്ട് കട്ട് കീസിൻ്റെ ലിസ്റ്റാണ്. വിൻഡോസ് ആക്ഷൻ, സിസ്റ്റം ആക്ഷൻ, അതിനെ കുറിച്ചിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് എബൌട്ടാണ് ഇതിലുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെക്ക് ഫോർ അപ്ഡേറ്റ്സിൽ പോയി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ BlueStacks. ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് നമുക്കൊരു ഗെയിമും അതേപോലെ വാട്സപ്പും ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആപ്പ് സ്റ്റോർ ചെയ്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് അടിക്കാൻ പോകുന്നു. സോ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്ന പോലത്തെ അതേപോലത്തെ പ്ലേ സ്റ്റോറാണ് ഇതിൻ്റെയും BlueStacksൻ്റെ. കാരണം ഇത് മൊബൈലിൽ നിങ്ങളെ PCയിലേക്ക് ആക്കുന്നതാണ്. സോ പരമാവധി നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ പൊട്ടിയ മൊബൈലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും മൊബൈലും രണ്ടും വാട്സപ്പ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം, എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. ഞാനിപ്പോൾ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മൊബൈലിലാണെന്ന് പോലെ തന്നെ അഗ്രി ചെയ്യാനും അതെല്ലാം ചോദിക്കുന്നുണ്ട് ഇതിലും. സോ ഇപ്പോൾ സൈൻ ഇൻ ആയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം പ്ലേ സ്റ്റോറിൽ ഫോർ യു ടോപ്പ് ചാർട്ട് പ്രീമിയം കാറ്റഗറീസ് അതേപോലെ മൊബൈലിൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഒരു ഫ്രീ ഫയർ ഗെയിമും അതേപോലെ വാട്സപ്പും ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രീ ഫയർ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ച്, അത് കഴിഞ്ഞ് വാട്സപ്പ് ഡൗൺലോഡ് ആക്കാൻ വെക്കുന്നു.
സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സാപ്പ് മെസ്സഞ്ചർ ഉണ്ട്, അത് ഞാൻ ഇൻസ്റ്റാൾ അടിച്ച് ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൺ പോലെ തന്നെ ഇവിടുന്ന് ഡ്രാഗ് ഡൗൺ ചെയ്യാൻ പറ്റും. ഡ്രാഗ് ഡൗൺ ചെയ്ത് ഇതാ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, നോ നോട്ടിഫിക്കേഷൻസ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊബൈൽ പോലെ തന്നെ സെറ്റിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റോറേജ്, ഡിഫോൾട്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ആപ്പിൽ. സോ ഇത് ആൻഡ്രോയിഡ് സെറ്റിങ്സ് ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആപ്പും ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയി തന്നെ വാട്സപ്പ് മെസ്സഞ്ചർ എടുത്ത് നോക്കാം. ഓപ്പൺ അടിക്കുന്നു ഞാൻ. സ്വിച്ച് മോഡ് ആൻഡ് റീസെറ്റ്, ഗ്രാഫിക്സ് മോഡ് 2 അഡ്വാൻസ്ഡ് ആണ് ഓപ്പൺ ചെയ്യൽ. സോ അതിന് മോഡ് സ്വിച്ച് ചെയ്യണം. പെർഫോമിങ് ആക്ഷനായിട്ട് ഇനിയിപ്പോൾ മോഡ് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വാട്സപ്പ് എടുത്ത് നോക്കാം. സോ ഞാൻ വാട്സപ്പ് എടുക്കുന്നത്, വാട്സപ്പ് ലോഡ് ആയിട്ടുണ്ട്. സോ എഗ്രി ആൻഡ് കണ്ടിന്യൂ ആക്കുന്നത് ഞാൻ, വെൽക്കം ടു വാട്സപ്പ് എഗ്രി ആൻഡ് കണ്ടിന്യൂ ആക്കുന്നത്. ഇത് ഇനി നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കണം. സോ ഇതിൽ ഞാനിപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് എൻ്റേത്. ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടോ നോക്കാം. മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. സോ വെരിഫിക്കേഷൻ കോഡ് മൊബൈലിലുണ്ട്. ഇനി നമുക്ക് ഇത് ലാപ്പിലേക്ക് അടിച്ചു നോക്കാം. ഞാനിത് വെരിഫിക്കേഷൻ കോഡ് ലാപ്പിലേക്ക് ടൈപ്പ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ വെരിഫൈയിങ് ആകുന്നുണ്ട്. ഇനി നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഓൺ ആവുന്നു നോക്കാം. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ടു ഫൈൻഡ് ആൻഡ് റീസ്റ്റോർ യുവർ ഗൂഗിൾ കണ്ടിന്യൂ ആക്കാം. സോ ഇതിപ്പോൾ നിങ്ങളെ മൊബൈലിൽ ചോദിക്കുന്ന പോലെ തന്നെ കോണ്ടാക്റ്റും അതേപോലെ ഡിവൈസ് സ്റ്റോറേജും ഇതിലും ചോദിക്കുന്നുണ്ട്. അത് രണ്ടും എല്ലാം കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇത് റീസ്റ്റോർ ചെയ്ത്, ഞാനിപ്പോൾ സ്കിപ്പ് അടിക്കുന്നു, റീസ്റ്റോർ ചെയ്യുന്നില്ല. ഇതാ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഇതിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് സ്റ്റാറ്റസ്, ചാറ്റ്സും കോൾസ് എല്ലാം വന്നിട്ടുണ്ട്. വാട്സപ്പ് ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഇടുന്നെങ്കിൽ ലാപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സ്റ്റാറ്റസ് ഇടാം എഴുതിയിട്ട്, വാട്സപ്പിൽ ഇടുന്ന പോലെ തന്നെ. സോ ഇപ്പോൾ നിങ്ങളെ മൊബൈൽ പോലെ തന്നെ ഇതിലും വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നല്ല ആപ്പാണ്. നിങ്ങൾക്ക് മൊബൈലിലെ സ്ക്രീനെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഞാൻ, എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന്. ലിങ്ക് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് റീസ്റ്റോർ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു മെസ്സേജ് വരും, നിങ്ങൾക്ക് 2 ഫോണിലേക്ക് വാട്സപ്പ് ലിങ്ക് ചെയ്യണമെന്ന്. അതിലേക്ക് ഓക്കെ അടിച്ചാൽ നിങ്ങൾക്ക് 2 ഫോണിലും വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇപ്പോൾ ലാപ്പിലും ഫോണിലും അല്ലാതെ ഫോണിലും വാട്സപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണ്. സോ അതിനടുത്തതായി നമുക്ക് ഫ്രീ ഫയർ ഗെയിം കളിച്ച് നോക്കാം. സോ ഞാൻ ഫ്രീ ഫയർ ഗെയിം ഹോമിൽ നിന്ന് എടുക്കുന്നത്. ഫ്രീ ഫയർ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഞാനിപ്പോൾ ഹോമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോഡായിട്ട് കളിക്കാൻ പറ്റുന്നോ ഇല്ലയെന്ന് നോക്കാം നമുക്ക്. ഈ ഗെയിമും ഇതൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളുടെ ലാപ്പിൽ നല്ല ഗ്രാഫിക്സ് വേണം ഒന്നാമത്തത്, പിന്നെ റാം വേണം, അന്നെങ്കിലേ കളിക്കാറ്റ്. സോ ഇത് കണ്ട, ഇതിലിപ്പോൾ എങ്ങനെയാണ് ടിപ്സ് ടു യൂസ് ടു എയിം ആൻഡ് ഷൂട്ട് വിത്ത് മൗസ്, ഇതൊക്കെ നിങ്ങൾക്ക് ടിപ്സ് എല്ലാം കാണിച്ചു തരും. ഇപ്പോൾ മൊബൈൽ കളിക്കുന്ന പോലെ അല്ല, ലാപ്ടോപ്പിൽ നമുക്ക് വേറെ കീസ് എല്ലാം ഉപയോഗിക്കേണ്ടി വരും ഫയർ ചെയ്യാനും ഇതിനൊക്കെ. സോ നമുക്കിനി നോക്കാം. ഇത് ഇവിടെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ മൂവ് ആൻഡ് ഡ്രൈവ്, ടാഗിൾ ഇതൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഇതിൻ്റെ കൺട്രോൾസ്, ഗെയിമിൻ്റെ കൺട്രോൾസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഗെയിം ലോഡാവുന്നത് വരെ നമുക്ക് അത് നോക്കാം. സോ ഗെയിം ആക്സസിനുണ്ട് ഇത് വന്നിട്ടുണ്ട്. നമുക്കത് കൺഫേം അടിക്കാം. ഡയലോഗ് ബോക്സ് അത് നമ്മൾ ഇപ്പോൾ കൺഫേം അടിച്ച്. മൊബൈലിലെ പോലെ തന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് അലൗ ഫ്രീ ഫയർ ആക്സസ്, ഫോട്ടോ, മീഡിയ അതെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ റെക്കോർഡ് ഓഡിയോ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ. സോ ദ ഗെയിം ലോഡായിട്ടുണ്ട് ഇത് PC-യിൽ. ഇനി നമുക്കിത് കളിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഗെയിം ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗസ്റ്റ് മോഡിലേക്ക് അടിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഗെയിം ആണെങ്കിലും കളിക്കാം. അസ്വാൾട്ട് 8, PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, പെസ് ഏത് ഗെയിം ആണെങ്കിലും ഈ PC-യിൽ കളിക്കാൻ പറ്റുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് ഗ്രാഫിക്സ് വേണമെന്നേ ഉള്ളൂ, വേറൊന്നും വലുതായി ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ടാപ്പ് ടു ബിഗിൻ അടിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ക്ലാസിക് മോഡ് കളിച്ച് നോക്കാം.
സോ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസിക് മോഡിൽ ഗെയിം കളിച്ച് നോക്കാം. സ്റ്റാർട്ട് അടിക്കുന്നു ഞാൻ. സോ മാച്ച് മേക്കിങ്ങിൽ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പോൾ ഗെയിം പ്ലേ സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലോഡായി ഇവിടെ സ്റ്റക്കാണ്. അത് ഇതിനെക്കാട്ടി മുമ്പിലേക്ക് ലോഡാകുന്നില്ല. ഇനിയിപ്പോൾ ലോഡായാൽ തന്നെ വെയിറ്റിംഗ് ഫോർ പ്ലേയേഴ്സ് ആയി കഴിഞ്ഞിട്ട് തിരിച്ച് ഹോം പേജിലേക്കാണ് പോകുന്നത്. സോ ഈ ലാപ്ടോപ്പിൽ ഈ ഫ്രീ ഫയർ കളിക്കാണ്ട് അത്ര റാമില്ല. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ റാമില്ല. അതുകൊണ്ട് ഇനി നിങ്ങളെ ലാപ്ടോപ്പിലോ അതോ പി സിയിലോ നല്ല റാം ഉണ്ടെങ്കിൽ 4 GB അതിൻ്റെ ഹയർ റാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ ഗെയിംസിൽ പി സിയിൽ കളിക്കാൻ പറ്റുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. സോ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ദിസ് ഇസ് മീ മിസ്റ്റർ ടെക് ബോസ്. ഐ ആം സൈനിങ് ഓഫ്. Catch you in my next video.